ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഹോം മെയ്ഡ് കുനാഫയാണ്. കുനാഫ ഡോവും അതിലേക്കുള്ള ഫില്ലിങ്ങും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം നമുക്ക് കുനാഫ ഡോ ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിലേക്ക് ആദ്യമായിട്ട് 1 കപ്പ് ഫ്ലോറ്, മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, പിന്നെ 1/2 കപ്പ് കോൺഫ്ലോർ, 1 കപ്പ് വെള്ളം, പിന്നെ ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും. ഇനി ഇതെല്ലാം കൂടി മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇനി നൂല് പോലുള്ളൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പിൽ സൂചി ഉപയോഗിച്ച് ഹോളിടാം. അല്ലെങ്കിൽ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പിംഗ് ബാഗും ഉപയോഗിക്കാം. ഞാൻ പൈപ്പിംഗ് ബാഗാണ് ഉപയോഗിക്കുന്നത്. അതൊന്നും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം. പൈപ്പിംഗ് ബാഗിലാവുമ്പോൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഹോളിട്ടാൽ മതി. എന്നിട്ട് പാൻ ചൂടാക്കി ഇതിലേക്ക് ചുറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉപയോഗിക്കുകയാണ് നല്ലത്. എണ്ണയുടെ ആവശ്യത്തിനില്ല. ഇതെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടുക. കുറച്ച് കഴിയുമ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ ചുറ്റിച്ചൊഴിക്കുമ്പോൾ നൂല് പോലെ തന്നെ വിട്ട് വേണം ഇത് ഒഴിക്കാൻ. വളരെ തിന്നായിട്ടുള്ള നൂലായിട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക പരമാവധി. ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് നമുക്കിപ്പോൾ മാർക്കറ്റിലൊക്കെ വളരെ തിന്നായിട്ടുള്ള സേമിയ അവൈലബിൾ ആണ്. പക്ഷേ ഇതിനാണ് ടേസ്റ്റ് കൂടുതൽ. ഇതിലേക്ക് ഡോ ഉണ്ടാക്കുമ്പോൾ മാത്രമേ കുറച്ച് ക്ഷമ ആവശ്യമുള്ളൂ. അതിന് ശേഷം നമുക്കിത് വേഗം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഒന്നുകിൽ കൈകൊണ്ട് നമുക്ക് ഇതുപോലെ പിച്ചി സെപ്പറേറ്റ് ആക്കി വെക്കാം, അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യാം. ചെറുതാക്കി മാറ്റി വെക്കുക. നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് സെപ്പറേറ്റ് ആയി വെക്കണം. ഓരോ നൂലും വെവ്വേറെ ആയി കിട്ടണം നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇതുപോലെ തൊട്ട് കൊടുത്തിട്ട് കുറച്ചായിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള ക്രീമി ഫില്ലിങ്സ് റെഡിയാക്കാം. അതിനാവശ്യമായിട്ട് പാല് 1 കപ്പ്, കണ്ടൻസ്ഡ് മിൽക്ക് 1.5 ടേബിൾ സ്പൂൺ, ഞാനിവിടെ മിൽക്ക് മെയ്ഡിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രഷ് ക്രീം 2 ടേബിൾ സ്പൂൺ, അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നല്ല ടേസ്റ്റാണ്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ക്രീം ചീസ്, ഡയറി ക്രാഫ്റ്റിൻ്റെ ക്രീം ചീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഉണ്ടാക്കി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായി പാനിൽ പാലൊന്ന് ചൂടാക്കാൻ വെക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കോൺഫ്ലോർ നേരിട്ടൊഴിക്കാൻ പാടില്ല. നമുക്ക് വെള്ളം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പാല് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒന്ന് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് കോൺഫ്ലോർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് അടിയിൽ വേഗം കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. വേഗം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി ഫ്രഷ് ക്രീമും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആദ്യം തന്നെ പറയട്ടെ, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും, ടേസ്റ്റ് മാറും. ഇനി നന്നായി തിളച്ച് കുറുകി വന്നതിന് ശേഷം ഇത് വാങ്ങി വയ്ക്കാം. ഇനി ഇതിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്തതിന് ശേഷം അതിലേക്ക് ക്രീം ചീസ് ചേർത്തൊന്ന് മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച
ക്രീമി ടെക്സ്ചറിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക, എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണിത്. ഞാനിവിടെ ചെറിയ കുനാഫയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയ സോസർ എടുത്തിട്ട് അതിലേക്കൊന്ന് ബട്ടർ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. പാനിലേക്ക് നേരിട്ട് ഞാൻ ചെയ്യുന്നില്ല. ഇനി കുനാഫ ഡോ ഇതുപോലെ നമ്മുടെ ഈ സോസർ മുഴുവനായിട്ടും ഫില്ല് ചെയ്യുന്ന വിധത്തിൽ നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പരത്തി കൊടുക്കുക. കൈകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീൽ ഗ്ലാസിൻ്റെ അടിഭാഗം കൊണ്ടോ ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായി അമർന്ന് കിടന്നോളും. സോസറിൽ മുഴുവനായും കവർ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുക്കണം. ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് എത്ര ഇട്ടാലും അത് ടേസ്റ്റ് കൂടെ ഇഷ്ടമുള്ളവർക്ക് അത്ര ഇടാവുന്നതാണ്. ഇനി ഇതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുകളിലേക്ക് നമ്മുടെ കുനാഫ ഡോ വീണ്ടും മുഴുവനായി കവർ ചെയ്യുന്ന തരത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം ഒന്ന് സെറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ടാണിത്. ഇനി നമുക്കിതിനെ അരമണിക്കൂർ ഒന്ന് ഫ്രീസറിൽ തണുപ്പിച്ചെടുക്കാം. എങ്കിലേ പൊട്ടാതെ നമുക്കിത് സോസറിൽ നിന്ന് എടുക്കാൻ കഴിയുള്ളൂ. റാപ്പിംഗ് ഷീറ്റ് ഉപയോഗിച്ച് ഇതുപോലെ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കേടുകൂടാതെ ഇരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിലേക്ക് 1 കപ്പ് വെള്ളവും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് വേണ്ടത്. ഒരു പാത്രത്തിൽ വെള്ളവും പഞ്ചസാരയും ചേർത്തൊന്ന് തിളപ്പിക്കാം. ഇതിലേക്ക് പട്ട വേണ്ടവർക്ക് ചേർക്കാം, ചെറിയ പീസ് ചേർത്താൽ മതി. ഞാനിവിടെ ചേർക്കുന്നില്ല, ഇത് ഓപ്ഷണലാണ്. ഇനി നമ്മുടെ കുനാഫ വേവിച്ചെടുക്കാം. അതിനായി റാപ്പിംഗ് ഷീറ്റ് എല്ലാം ഒഴിവാക്കി സോസറിൽ നിന്ന് പാനിലേക്ക് മാറ്റാം. ഞാനിവിടെ കുറച്ച് സമയം മാത്രമേ ഫ്രീസറിൽ വെച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ പൊട്ടാതെ എടുക്കാൻ കഴിയും. ഇനി നമുക്കിതിനെ 5 മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു വശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചെറുതാവും തോറും നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്, പൊട്ടുമൊന്നുമില്ല. 10 മിനിറ്റ് കൊണ്ട് കുനാഫ ഇവിടെ റെഡിയായി. ഇനി ഷുഗർ സിറപ്പ് എല്ലാം ഒഴിച്ച് ചൂടോടെ സെർവ് ചെയ്യാം. ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നായി കിട്ടുക. നല്ല ക്രീമിയും മധുരവും ചീസി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് ഇതിന്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.